എന്റെ കൂടെ ആലിയുണ്ട്. ആലിയ അറിയോ? ആരാ ആലിയ? ആലിയ ഭട്ടല്ല, ആലിയ NS ഉണ്ട് എന്റെ കൂടെ. ഹായ് ആലിയ. ഹായ്. എന്തായിരുന്നു ഐറ്റം? അറബിക് പദ്യപാരായണമായിരുന്നു. കൊല്ലംകാരിയാണ് ആലിയ. ഓക്കെ, അപ്പൊ കൊല്ലത്തിന്റെ മൊഞ്ചുള്ള ആലിയ ആ അറബിക് പദ്യം കേൾക്കാം നമുക്ക്. പാടാം. جميل مفاعلة مفاعلة فاعول ويا أسفا على أقصى العباد نشاهد فوقه ظلم اليهودي أيا غزة لك الفوز الكبير بإيذاء اليهود بلا حدود. അടിപൊളിയായിരുന്നു ആലിയ. ഇത് കേട്ടപ്പോ അതുപോലെയല്ലേ? ഏകദേശം ഇതാവോ അതിന്റെയൊക്കെ പോലെ എനിക്ക് തോന്നിയതാണോ അങ്ങനെ? അല്ല, ഏറെക്കുറെ സാമ്യമായിരുന്നു. ഓക്കെ, അപ്പം അടിപൊളിയായിരുന്നു മോളെ, നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പം അഞ്ജനയ്ക്ക് ഇപ്പൊ ഈ അറബിക് പദ്യപാരായണമൊക്കെ കേൾക്കുമ്പോ എന്തെങ്കിലും മനസ്സിലാവാറുണ്ടോ? എന്തിന്റെ അർത്ഥത്തിലാണ് സത്യം പറയാലോ, അർത്ഥം മനസ്സിലായില്ലെങ്കിലും അതിന്റെ ഈണം കേട്ടപ്പോ നമുക്ക് സംഗീതത്തിന് ഭാഷയില്ല, സംഗീതത്തിന്റെ ഏറ്റവും വലിയ ഗുണം. അപ്പം അറബിക് പദ്യം അത് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ടോ? കേൾക്കാനുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. പേരെന്താ? മുഹസിന ദിറാറുദ്ദീൻ. മുഹസിന. ഒന്ന് ഞെട്ടിയോ? ഞാൻ പെട്ടെന്ന് ചോദിച്ചോ? ഇല്ല, ഞെട്ടിയില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എറണാകുളം ജില്ല. അറബിക് പദ്യപാരായണമാണ്. ഫസ്റ്റ് എ ഗ്രേഡ് ആണ്. പണ്ട് എന്തെങ്കിലും വെട്ടുകൊണ്ടിട്ടുണ്ടോ? ചെറിയൊരു ആക്സിഡന്റ് ആയിരുന്നു. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങിയാലോ? കേട്ടാലോ? പാട്ട് കേട്ടാലോ? തുടങ്ങാം. متفاعل 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 رفع البكاء من بلاد المسلمين قرب الأنام إلى القيامة مسرعين ظلمت الدعاة بأن حول جناية وتصيب دوما في البريء طاهرين تتمايل البنيان أطفالا أنين وتصب نارا دون رأف ساكبين وتلاشت الأولاد من أسر هميم وتضاعف الآلام دوما ناظرين. നമ്മളെ അങ്ങ് മെൽറ്റ് ചെയ്യിപ്പിക്കുന്ന പോലെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഏതായാലും നന്നായിട്ട് പാടി.